യുദ്ധഭൂമിയിൽ നിന്ന് വേർപെട്ട അമ്മയും മകളും നീണ്ട 15 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ വീണ്ടും ഒത്തുചേർന്നു. ഇനി കാണുമോ എന്ന ഉറപ്പ് പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ നിന്ന് വേർപെട്ട അവർ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ കണ്ണീരും വേദനയും സന്തോഷവും മാറിമറിഞ്ഞ മുഹൂർത്തമായിരുന്നു അത്. ഖത്തറിന്റെയും തുർക്കിയയുടെയും സംയുക്ത ദൗത്യത്തിനൊടുവിലാണ് ഗസയിൽ നിന്നുള്ള കൊച്ചുമിടുക്കി ഇബ്തിസാമും മാതാവ് അസ്ഹറും വീണ്ടും ഒന്നായത്. ഇസ്രയേൽ മരണം വിതച്ച ഗസയിൽ നിന്ന് ഛിന്ന ഭിന്നമായ 10,000 കുടുംബങ്ങളിൽ ഒന്നാണ് ഇബ്തിസാമിൻ്റേതും. പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്ത മണ്ണിൽ നിന്ന് യുദ്ധത്തിന്റെ ആദ്യ നാളിൽ ദോഹയിലേക്ക് എത്തിപ്പെട്ടതാണ് 10 വയസ്സുകാരിയായ ഇബ്തിസാം. മാതാവ് അസ്ഹർ ഉൾപ്പെടെ മറ്റുള്ളവർ ആരും അവൾക്കൊപ്പമില്ലായിരുന്നു. യുദ്ധത്തിൽ പരിക്കേറ്റ 1500ഓളം ഫലസ്തീനികളെ ഖത്തറിലെത്തിച്ച് ചികിത്സിക്കാമെന്നും അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഒരുക്കിയ എയർ ബ്രിഡ്ജിലൂടെയായിരുന്നു മറ്റു കുട്ടികൾക്കും സ്ത്രീകൾക്കുമൊപ്പം ഗസയിൽ നിന്ന് ഇബ്തിസാമും ഖത്തറിലെത്തിയത്. ദോഹയിലെത്തി മികച്ച ചികിത്സയും പരിചരണവും ലഭിച്ച അവൾ ജീവിതത്തിലേക്ക് തിരികെ എത്തുകയായിരുന്നു. പക്ഷേ ഉറ്റവരെല്ലാം നഷ്ടമായ അവൾക്ക് ഉമ്മയുടെ സാമീപ്യവും അന്യമായിരുന്നു. ഇതിനിടെയാണ് മാതാവ് തുർക്കിയയിൽ ചികിത്സയിലുള്ളതായി എങ്ങനെയോ അറിയുന്നത്. ഒടുവിൽ ഖത്തറിലെ തുർക്കിയ എംബസിയുടെയും ഖത്തർ വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും ഇടപെടലുകളോടെ ഉമ്മയ്ക്കും മകൾക്കും 15 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുങ്ങി. തുർക്കിയിൽ നിന്ന് ചികിത്സ പൂർത്തിയാക്കിയ ഉമ്മ അസ്ഹർ കഴിഞ്ഞ ദിവസമാണ് ദോഹയിലെത്തിയത്. അതിവൈകാരികമായ ആ കൂടിച്ചേരലിനെ സാക്ഷ്യം വഹിച്ചത് ഖത്തറിന്റെ അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രി മറിയം അൽ മിസ്നദും തുർക്കിയ അംബാസഡർ മുസ്തഫ ഗോക്സുവും. ചില്ലുകവാടം കടന്നെത്തിയ ഉമ്മയെ കണ്ട് അവൾ ഇരിപ്പിടത്തിൽ നിന്ന് ഓടിയെത്തി. ബൊക്കെ നൽകും മുമ്പേ മാതൃകരങ്ങളാൽ അവൾ വലയം ചെയ്യപ്പെട്ടു. മകളുടെ മുടിയിഴകളിലൂടെ തലോടിയും നെറ്റിയിൽ ഉമ്മ വെച്ചും മതിവരാതെ ആ ഉമ്മ അവളെ വീണ്ടും വീണ്ടും താലോലിച്ചു. അപൂർവമായി മാത്രമേ ഇത്തരം സമാഗമം സംഭവിക്കാറുള്ളൂ. الحمد لله يا رب.